അന്വേഷണത്തിൽ ലൈവ് വന്നിട്ട് ഒരാൾ പറയുകയാണ് ചേട്ടാ ക്യാപ്പ് ഒന്ന് മാറ്റും, ക്യാപ്പ് വെച്ചിട്ട് അത്ര ഒരു കാണാൻ രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം ഇത്തരത്തിൽ ഉള്ള കമന്റ്സ് വരുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിലാണ് റിയാക്ട് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇതിനുള്ള ചില സിനിമാ നടന്മാരൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും വളരെയധികം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആ ഒരു പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരൊപ്പം നിൽക്കാനും ഉറപ്പായിട്ടും വലിയൊരു കൂട്ടം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം നമ്മൾ എത്തരത്തിൽ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ എത്തരത്തിൽ ക്യാപ്പ് ഇടണം എന്നൊക്കെ നമ്മളുടെ ഓരോരുത്തരും ചോയ്സ് ആണ്. സോ അപ്പൊ അതിനകത്തേക്ക് വേറെ ആരും കൈയെടുത്തുന്നത് നമുക്ക് വേണമെങ്കിൽ തടയാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വളരെയധികം മോശമായ രീതിയിലൊക്കെ റിയാക്ട് ചെയ്താൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അനീഷിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അത് വളരെയധികം പക്വതയോടെ തന്നെ അനീഷ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ ദിവസം പിന്നെ ഞാൻ രാത്രി 9 മണിക്ക് അനീഷ് എന്തായാലും യൂട്യൂബിൽ ലൈവ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളൊരു ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരുപാട് കമന്റ്സ് വരുമ്പോൾ ആള് വേറൊരു ഫോണിൽ നോക്കിയിട്ട് ഇത്തരത്തിൽ കമന്റ്സ് വായിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്നൊരു കമന്റ് ആണ് ചേട്ടാ ഒരു ക്യാപ്പ് മാറ്റി ക്യാപ്പ് വെച്ചിട്ട് കാണാൻ അത്ര രസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വരുന്നുണ്ട്. അപ്പോൾ അനീഷ് അത് വായിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുള്ള റീസണും പറയുന്നുണ്ട്. കാര്യം ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുന്നേ ഒരുപാട് ക്യാപ്പ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അതിനുശേഷം അത്തരത്തിൽ ക്യാപ്പ് വെക്കാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം അദ്ദേഹം അതിനുശേഷം ഒരുപാട് ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ആ ഒരു ക്യാപ്പ് വെച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടാവില്ലല്ലോ. കാര്യം അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഫോർമൽസ് ഒക്കെയാണ് അദ്ദേഹം. പിന്നെ അതിനുശേഷം ഇത്തരത്തിൽ ഒരുപാട് ഇവന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് അത്തരത്തിൽ ക്യാപ്പ് വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്നാലും ക്യാപ്പ് വെച്ചിട്ട് ഈ ലൈവിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ്, അതുകൊണ്ട് ഈ ലൈവിൽ എന്നാലും ക്യാപ്പ് ഉണ്ടാവും എന്ന് വളരെയധികം മാന്യമായിട്ട് തന്നെ എന്തായാലും ആ ഒരു കമന്റ് വായിച്ചതിന് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തായാലും പറയുന്നുണ്ട്.